ലോക്സഭയിൽ പ്രതിപക്ഷ നേതൃസ്ഥാനം കോൺഗ്രസിന് തന്നെയാണ്. കോൺഗ്രസിന് പ്രതിപക്ഷ നേതൃസ്ഥാനം പോലും ലഭിച്ചില്ലല്ലോ എന്ന് പറഞ്ഞ് പരിഹസിച്ച നരേന്ദ്രമോദിയുടെ പഴയ ഡയലോഗുകളൊക്കെ ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. അതിനൊക്കെ മറുപടിയായിരുന്നു കോൺഗ്രസിനെ ശക്തി പ്രയോഗിപ്പിച്ച് അവരെ വിജയിപ്പിക്കാൻ ഉതകുന്ന തരത്തിലുള്ള ഘടകങ്ങൾ. 100 സീറ്റിൽ കൂടുതൽ ജയിച്ച് കയറുന്ന സാഹചര്യത്തിലും കോൺഗ്രസ് സർക്കാരിനെ അട്ടിമറിക്കാനല്ല തീവ്രമായി നോക്കുന്നത്, കാത്തിരുന്ന് നോക്കുകയാണ്. എപ്പോഴൊക്കെയാണ് NDA സർക്കാർ അധികാരത്തിലിരുന്നു കൊണ്ട് ഹുങ്ക് കാണിക്കുന്നത്, അപ്പോഴൊക്കെ തള്ളിയിടാൻ അല്ലെങ്കിൽ അവിശ്വാസം കൊണ്ടുവരാൻ കോൺഗ്രസിനും ഇന്ത്യ മുന്നണിക്ക് കെൽപ്പുണ്ട് എന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട. എന്നാൽ കോൺഗ്രസിൻ്റെ പ്രതിപക്ഷ നേതൃസ്ഥാനം, അർഹതപ്പെട്ട ആ സ്ഥാനം, അത് ആര് അലങ്കരിക്കും എന്ന ചോദ്യത്തിന് രാഹുൽ ഗാന്ധി കൃത്യമായൊരു ഉത്തരം പറഞ്ഞിട്ടില്ല. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും 4 തവണയായി ജയിക്കുന്ന ഡോക്ടർ ശശി തരൂറിന് ആ സ്ഥാനം നൽകാൻ വേണ്ടിയുള്ള തീവ്രമായ ശ്രമം നടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്നത്. നമുക്കറിയാം, ഡോക്ടർ ശശി തരൂർ ഇക്കുറി വലിയ പോരാട്ടമാണ് ഇവിടെ രാജീവ് ചന്ദ്രശേഖരനെതിരെ നടത്തിയത്. ഒരു ഘട്ടത്തിൽ 25,000 വോട്ടിൻ്റെ ലീഡ് വരെ BJP നേടിയെടുക്കുന്ന സാഹചര്യത്തിൽ തീരദേശ മേഖലയും അതുപോലെ തന്നെ വലിയ കോൺഗ്രസ്സിന് ആധിപത്യമുള്ള കോവളം, നെയ്യാറ്റിക്കര, പാറശാല ഉൾപ്പെടെയുള്ള മേഖലകളിലുണ്ടായ വലിയ വോട്ട് ഷെയർ കോൺഗ്രസിനെ ബഹുദൂരം മുന്നിലെത്തിക്കാൻ സഹായിച്ചു. അങ്ങനെയാണ് 25,000 എന്ന ലീഡിനെ മറികടന്നുകൊണ്ട് 16,077 എന്ന സാമാന്യം ഭേദപ്പെട്ട ഭൂരിപക്ഷത്തിലേക്ക് ശശി തരൂരിനെ എത്തിച്ചത് എന്നുള്ളതിൽ ഒരു സംശയമില്ല. 2014 O രാജഗോപാൽ ലീഡ് ചെയ്തതിന് സമാനമായ ലീഡായിരുന്നു BJP നേതൃത്വം നടത്തിയിരിക്കുന്നത്. രാജീവ് ചന്ദ്രശേഖർ ഒരു ഘട്ടത്തിൽ ലീഡ് നേടി അത് കുതിച്ചു കയറും എന്ന രീതിയിലേക്ക് ട്രെൻഡ് ഉയർത്താൻ ശ്രമിച്ചിരുന്നു. സുരേഷ് ഗോപി 74,000-ലധികം ഭൂരിപക്ഷത്തിൽ തൃശ്ശൂരിൽ വിജയിക്കുന്ന സാഹചര്യത്തിൽ രാജീവ് ചന്ദ്രശേഖരനും ഒരുപക്ഷെ അത്തരത്തിൽ ഒരു മുന്നേറ്റം നടത്താൻ കഴിയുമെന്ന് BJP കേന്ദ്രങ്ങൾ ഒക്കെ പ്രവചിച്ചു. പക്ഷേ വാസ്തവത്തിൽ തീരദേശ മേഖലകൾ പതിവ് ശൈലിയിൽ തന്നെ, പതിവിലും വാശിയായി തന്നെ തരൂറിന് അനുകൂലമായി വോട്ട് ചെയ്തു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഒരു ഗുണമാണ് അദ്ദേഹം വീണ്ടും വിജയിച്ച് കയറിയത്. ഏറ്റവും കൂടുതൽ ഇത്തവണ BJP കേന്ദ്രീകരിച്ചത് പോലും തീരദേശ മേഖലയിലും അതുപോലെ തന്നെ കോൺഗ്രസിന് ലീഡ് കിട്ടുന്ന പല പല മേഖലകളിലുമാണ്. എന്നാൽ തിരുവനന്തപുരം സെൻട്രലിൽ പോലും 4,600-ലധികം വോട്ടിൻ്റെ ലീഡ് ഡോക്ടർ ശശി തരൂർ കരസ്ഥമാക്കിയത് BJP കേന്ദ്രങ്ങളെ അത്ഭുതപ്പെടുത്തി. 8,500-ലധികം വോട്ടിൻ്റെ ലീഡ് വട്ടിയൂർക്കാവിൽ നേടിയിട്ടും 10,800-ലധികം വോട്ടിൻ്റെ ലീഡ് കഴക്കൂട്ടം മണ്ഡലത്തിൽ നേടിയിട്ടും 22,000-ലധികം വോട്ടിൻ്റെ ലീഡ് നേമത്ത് നേടിയിട്ടും BJP കേന്ദ്രങ്ങൾക്ക് എന്തുകൊണ്ട് തിരുവനന്തപുരം സെൻട്രലിൽ വ്യക്തമായ മേൽക്കൈ നേടാൻ കഴിഞ്ഞില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഒരു തിരിച്ചടി തന്നെയാണ്. നമുക്കറിയാം, കൃത്യമായി തരൂർ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൻ്റെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ, അതായത് തിരുവനന്തപുരം നിയോജക മണ്ഡലത്തിൽ തന്നെ ഒന്നാമതെത്തി എന്നുള്ളത് കോൺഗ്രസ് നേതൃത്വത്തിന് കരുത്ത് പകരുന്ന കാര്യമാണ്. കാരണം സാധാരണഗതിയിൽ ആ ഒരു രീതിയിൽ സംഭവിക്കുന്നതല്ല. BJP സാധാരണ ലീഡ് എടുക്കുന്നതാണ്. എന്നിട്ട് പോലും തരൂർ ഇത്തവണ വാശിയേറിയ രീതിയിൽ മുന്നേറ്റം നടത്തിയിരിക്കുന്നു. നിരവധി വിഷയങ്ങളെ പഠിച്ചവതരിപ്പിക്കുന്നതിൽ അഗ്രഗണ്യനായ ഡോക്ടർ തരൂറിന് പാർലമെൻറ്റിൽ ഉജ്ജ്വലമായ പ്രകടനം കാഴ്ചവെക്കാൻ കഴിയും. ഡോക്ടർ തരൂർ കഴിഞ്ഞ തവണ AICC അധ്യക്ഷ സ്ഥാനത്ത് മത്സരിച്ച് പരാജയപ്പെട്ടപ്പോൾ അദ്ദേഹത്തിനെക്കുറിച്ച് ഖാർഗെ പറഞ്ഞൊരു കാര്യമുണ്ട്: തരൂർ പാർട്ടിക്ക് അനിഷേധ്യനായ നേതാവാണ്, അദ്ദേഹത്തിൻ്റെ സഹായവും അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി പരിചയവും തീർച്ചയായും കോൺഗ്രസിന് മുതൽക്കൂട്ടാണ്. ആ ഒരു മുതൽക്കൂട്ട് എങ്ങനെ പാർലമെൻറ്റിൽ ഉപയോഗിക്കാം എന്ന രാഷ്ട്രീയ നീക്കത്തിലേക്കാണ് നീങ്ങുന്നത്.